അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് 3-ാം ക്ലാസ്സിലേക്ക് പുതുതായി പരിഷ്കരിക്കപ്പെട്ട തദ്രീബു തിലാവയുടെ 2ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഖുർആൻ പഠനം കൂടുതൽ ഫലപ്രദമാക്കുകയും കുട്ടികളെ പഠന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാക്കുന്നതിലൂടെ ഖുർആനുമായുള്ള അടുപ്പം കൂടുതൽ സദൃഢമാക്കുകയാണ് ഈ വർക്ക് ബുക്ക് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. തദ്രീബു തിലാവ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു വർക്ക് ബുക്കാണ്. ഇതിൻ്റെ ഖുർആനിൻ്റെ ഒരു വർക്ക് ബുക്കാണ്. ഖുർആൻ പഠിക്കുന്നതോടൊപ്പം ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം ഈ വർക്ക് ബുക്കും ചെയ്യുകയാണ് വേണ്ടത്. അതിലൂടെ ഖുർആൻ പഠിക്കാനും എളുപ്പമാക്കുകയും ചെയ്യും. ഈ വർക്ക് ബുക്കിൻ്റെ മറ്റൊരു പ്രത്യേകത, എല്ലാ പാഠങ്ങളിലും ഖുർആനിൻ്റെ ഓഡിയോ QR കോഡ് ഉപയോഗിച്ച് നമുക്ക് കേൾക്കാവുന്നതാണ്. നല്ല ശൈലിയിലാണ് അതിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അത് കേട്ട് നല്ല ശൈലിയിൽ ഓതിപ്പഠിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഇതുണ്ടാക്കി തരുന്നത്. അൽ വഹദത്തു സാനിയ 2ാമത്തെ യൂണിറ്റ്. ഇതിൽ പഠിക്കാനുള്ളത് ഹുറൂഫുൽ ജൗഫി അൽ മദ്ദിയ, മദ്ദിയായ ജൗഫിൻ്റെ അർഫുകളാണ്. വായയുടെ ഉൾഭാഗത്തിൽ വരുന്ന അർഫുകൾ അലിഫ്, വാവ്, യാ. ഫതഹിനെ നീട്ടാൻ അലിഫും, ലമ്മിനെ നീട്ടാൻ വാവും, കസർ നീട്ടാൻ യാവുമാണ് ഉപയോഗിക്കേണ്ടത്. ആ അക്ഷരങ്ങളെ കുറിച്ചാണ് ഇതിൽ പഠിക്കേണ്ടത്. നമുക്ക് വായിക്കാം. ഈ പാഠത്തിൻ്റെ ഫസ്റ്റ് പറയുന്നത്, ഈ പാഠം എത്ര സമയമെടുത്താണ് പഠിക്കേണ്ടത്, എത്ര പീരീഡിൻ്റെ ഉള്ളിലാണ് ഈ മദ്രസയിൽ നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അഷ്ഹർ ദുൽഖഅദ മാസത്തിൽ തീർക്കേണ്ട ഒരു യൂണിറ്റാണ് ഈ യൂണിറ്റ്. അദദുൽ ഫുസൂലി, പീരീഡുകളുടെ എണ്ണം 24 പീരീഡുകളാണ് അതിന് അനുവദിച്ചിട്ടുള്ളത്. മഖ്തഅ ഷഹർ, ഈ മാസത്തിൽ പഠിക്കേണ്ടത് മിൻ അവ്വലി സൂറത്തിൽ ജിന്നി ഇലാഹി സൂറത്തിൽ മുർസലാത്ത്, ജിന്ന് സൂറത്ത് മുതൽ മുർസലാത്ത് സൂറത്ത് വരെയുള്ള 6 സൂറത്തുകളാണ് ഈ ഒരു മാസത്തിൽ പഠിക്കാനുള്ളത്. മഖ്തഉ ലി തഹ്ഫീദ് സുവർ, അതുപോലെ തന്നെ ഈ മാസത്തിൽ സൂറത്തുകൾ മനഃപ്പാഠമാക്കാനുള്ളത് ഏതാണ്? സൂറത്തുൽ ഹുമസ വൽ അസ്ർ, 4 ഫുസൂൽ, 4 പീരീഡുകളെ കൊണ്ട് ഹുമസ സൂറത്തും അസ്ർ സൂറത്തും കാണാതെ പഠിക്കാം. ഈ സൂറത്തുകളെ പരിചയപ്പെടാം. അതിനാണ് 2 QR കോഡ് കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ ഹുമസയുടെയും സൂറത്തുൽ അസറിൻ്റെയും ആ QR ഉപയോഗിച്ചാണ് നമ്മളിവിടെ കേട്ട് പഠിക്കേണ്ടത്. ഇനി നമുക്ക് ഓതി പഠിക്കാനുള്ള സൂറത്തുകൾ പരിചയപ്പെടാം. സൂറത്തുൽ ജിന്ന് ഒന്നാമതായി. അത് മക്കിയാണ് സൂറത്ത്. എന്താണ് മക്കിയ എന്ന് പറഞ്ഞാൽ? 1ാമത്തെ പാഠത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. മക്കിയ എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് അള്ളാഹു അവതരിച്ച സൂറത്തുകൾക്കാണ് മക്കിയ എന്ന് പറയുന്നത്. ആയാത്തുഹ 28, ഇത് 28 ആയത്തുകളാണ്. തർത്തീബുഹ 72, സൂറത്തിൻ്റെ ക്രമ നമ്പർ 72ആണ്. 2ാമതായി സൂറത്തുൽ മുസമ്മിൽ, മക്കിയ, ഇതും മക്കിയയാണ്. ആയാത്തുഹ 20 ആയത്തുകളാണ്. തർത്തീബുഹ 73, ഇതിൻ്റെ ക്രമ നമ്പർ 73. 3ാമത്തെ സൂറത്തുൽ മുദ്ദസിർ, മക്കിയ, ആയാത്തുഹ 56 ആയത്തുകൾ. തർത്തീബുഹ 74, ഇതിൻ്റെ ക്രമ നമ്പർ 74. 4ാമതായി സൂറത്തുൽ ഖിയാമ, മക്കിയ, ആയാത്തുഹ 31, ആയത്തുകൾ 31. തർത്തീബുഹ 75, ക്രമ നമ്പർ 75. 5ാമത്തെ സൂറത്തുൽ ഇൻസാനാണ്, മക്കിയ, ആയാത്തുഹ 40, ആയത്തുകൾ 40. തർത്തീബുഹ 76, ക്രമ നമ്പർ 76. 6ാമത്തെ സൂറത്തുൽ മുർസലാത്ത്, മക്കിയ, ആയാത്തുഹ 50,
50 ആയത്തുകളാണ്. തർത്തീബുഹ 77. ഇതിൻ്റെ ക്രമ നമ്പർ 77 ഇങ്ങനെ 6 സൂറത്തുകൾ ഈ ദുൽഖഅദ മാസത്തിൽ ഓതി പഠിക്കാനുണ്ട്. ഇനി പാരായണം കേട്ട് ശീലിക്കാം. ഈ 6 ആയത്തിൻ്റെ ഈ 6 സൂറത്തിൻ്റെ ഓഡിയോ ആണ് QR കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സൂറത്തുൽ ജിന്ന്, സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ മുദ്ദസിർ, സൂറത്തുൽ ഖിയാമ, സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ മുർസലാത്ത്. QR കോഡ് ഇതിലൂടെ നാം പരിചയപ്പെടുത്തുന്നുണ്ട്. بسم الله الرحمن الرحيم قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا. രണ്ടാമത്തെ പേജിൽ പറയുന്നത് ഹുറൂഫുൽ ജൗഫി അഥവാ മദ്ദിയ, വായന്റെ ഉൾഭാഗത്തിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്. അത് 3 അലിഫ്, വാവു, യാ. ഇതിന്റെ മഖ്റജ് ജൗഫാണ്. നോക്കൂ, ചിത്രം നോക്കൂ. ഉള്ളിൽ നിന്നാണ് ഈ അലിഫ്, വാവു, യാ വരേണ്ടത്, അഥവാ നീട്ടാൻ ഉപയോഗിക്കുന്നതാണ്. ഫതഹിനെ നീട്ടാൻ അലിഫും, ലൊമ്മനെ നീട്ടാൻ വാവും, കസ്റിനെ നീട്ടാൻ യാഉമാണ് ഉപയോഗിക്കുക. ഈ അക്ഷരങ്ങളാണ് ഈ പാഠത്തിലൂടെ നമുക്ക് പരിചയപ്പെടാനുള്ളത്. അലിഫ്, വാവ്, യാ എന്നീ അക്ഷരങ്ങൾ വരുന്ന 4 പദങ്ങൾ വീതം പാഠഭാഗത്തിൽ നിന്ന് കണ്ടുപിടിക്കാം, എഴുതി പരിശീലിക്കാം. ഈ 6 സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും 4 പദങ്ങൾ ഓരോന്നിനും കണ്ടെത്താം. അലിഫ് നോക്കൂ, റിജാലുൻ. ഇവിടെ റിജാലുൻ, ജീമിന്റെ ഫതഹിന് നീട്ടാൻ അലിഫ് വന്നു. ഫവജദ്നാഹ, ഹായിന്റെ ഫതഹിന് നീട്ടാൻ അലിഫ് വന്നു. മിൻഹ, അവിടെയും ഹായിന്റെ ഫതഹിന് നീട്ടാൻ അലിഫ് വന്നു. അറാദ, ഇവിടെ റാഇന്റെ ഫതഹിന് നീട്ടാൻ അലിഫ് വന്നു. വാവിന് നോക്കൂ, മിർ റസൂൽ, സീനിന്റെ ലൊമ്മന് നീട്ടാൻ വാവിനെ കൊടുത്തു. അൽ ഖാസിത്തൂൻ, ത്വാഇന്റെ ലൊമ്മന് നീട്ടാൻ വാവ്. മിൻ ദൂനി, ദാലിന്റെ ലൊമ്മന് നീട്ടാൻ വാവ്. ഫസയഅലമൂൻ, മീമിന്റെ ലൊമ്മന് നീട്ടാൻ വാവ്. യാഇന് 4 നോക്കാം നമുക്ക്. അഖരീബ്, റായിന്റെ കസ്ർ നീട്ടാൻ യാ. ഖലീല, ലാമിന്റെ കസ്ർ നീട്ടാൻ യാ. വക്കീല, കാഫിന്റെ കസ്ർ നീട്ടാൻ യാ. സൽസബീല, ബാഇന്റെ കസ്ർ നീട്ടാൻ യാ. ഇതിനാണ് മദ്ദിയായ അല്ലെങ്കിൽ ജൗഫിയായ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇത് കൃത്യമായി കുട്ടികളൊക്കെ മനസ്സിലാക്കണം. പദങ്ങൾ എഴുതി പരിശീലിക്കാം. ഇത് വായിച്ചിട്ടാണ് എഴുതേണ്ടത്. ആദ്യം വായിച്ച് പഠിക്കണം. 3 തവണയാണ് ഓരോന്ന് എഴുതുക. എങ്ങനെയാണോ ഓരോ അക്ഷരങ്ങൾ ആ വരിയിൽ എഴുതിയിട്ടുള്ളത് അതേ പ്രകാരമാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള മദ്ദി അക്ഷരങ്ങളാണ് റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. ഓഹിയ, യഹ്ദി, ഇൻസാൻ, യുഅ്മിനൂൻ, തുകല്ലിബൂൻ, സമിഅനാ. ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ
ഓതി പഠിച്ചിട്ട് അത് വൃത്തിയിൽ എഴുതാം. പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം. ചില പദങ്ങൾ ഖുർആനിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ പദങ്ങൾ ഖുർആനിൽ നിന്ന് ഏത് സൂറത്തിലാണ്, ഏത് പേജിലാണ്, ഏത് ആയത്തിലാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമതായി റസൂല, സൂറത്ത് മുസമ്മിൽ ആയത്ത് നമ്പർ 15, പേജ് നമ്പർ 574. ജിന്ന് സൂറത്ത് ആയത്ത് നമ്പർ 7, പേജ് നമ്പർ 572. വഷ്റബൂ സൂറത്ത് മുർസലാത്ത് ആയത്ത് നമ്പർ 43, പേജ് നമ്പർ 581. വഖീല മൻ റാഖ് സൂറത്തുൽ ഖിയാമ ആയത്ത് നമ്പർ 27, പേജ് നമ്പർ 578. നമുക്ക് ശീലിക്കാം, ഗ്രഹിക്കാം എന്നാണ് അടുത്ത പേജിൽ കൊടുത്തിട്ടുള്ളത്. അവസാനത്തെ പേജ്. ഏറ്റവും മനോഹരമായ ശബ്ദത്തിലും നിയമങ്ങൾ പാലിച്ച് സാവധാനവും ഖുർആൻ പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇഷ്ടമാണ് എന്നൊരു സന്ദേശം കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും പാരായണം ചെയ്താൽ പോരാ. നല്ല മനോഹരമായ ശബ്ദം. നമുക്ക് എത്ര ശബ്ദം മനോഹരമാക്കാൻ പറ്റുമോ അങ്ങനെ മനോഹരമാക്കി നിയമങ്ങളൊക്കെ പാലിച്ച് സാവധാനാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഇതാണ് അള്ളാഹുവിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അതുപോലെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് ഖുർആനിൽ ധാരാളം പ്രാർത്ഥനകളുണ്ട്, ദുആകളുണ്ട്. അതിൽപ്പെട്ട ഒരു ദുആ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദുആഉൽ ഖുർആൻ, ഖുർആനിൻ്റെ ഒരു ദുആ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഞങ്ങളെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ ദുന്യാവിലും പരലോകത്തും നന്മ നൽകണമേ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ എന്നർത്ഥമുള്ള പ്രാർത്ഥനയാണ് ഇത്. ഇത് കുട്ടികളൊക്കെ കാണാതെ പഠിക്കുക, എപ്പോഴും ഇത് പ്രാർത്ഥിക്കാം. ഇനി അവസാനത്തെ വർക്ക് മാസാന്ത മൂല്യനിർണയം. ഇത് ഉസ്താദാണ് ചെയ്യേണ്ടത്. നിങ്ങൾ മനോഹരമായ ശബ്ദത്തിൽ സാവധാനം ഖുർആൻ ഓതി പഠിച്ചാൽ, അതേ പ്രകാരം തന്നെ മദ്രസയിൽ ലീവാവാതെ ആബ്സെന്റ് ആവാതെ മുഴുവൻ ഹാജറുകളും ലഭിച്ചാൽ ഉസ്താദ് ചെയ്യുന്ന ഒരു മൂല്യനിർണയമാണ് ഇവിടെ ചെയ്യേണ്ടത്. മാസാന്ത ഈ മാസത്തിൻ്റെ അവസാനത്തിലാണ് അത് നോക്കാം. ഏറ്റവും നന്നായി ചെയ്യുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള കോളത്തിൽ സ്റ്റാർ കൊടുക്കും. ഇവിടെ മുംതാസ് ഏറ്റവും മികച്ചത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത് ജയ്യിദൻ ജിദ്ദ, ഏറ്റവും നല്ലത്. ജയ്യിദ് നല്ലത്, വൈറ് ജയ്യിദ് നല്ലതല്ല എന്നിങ്ങനെ ഓരോ കുട്ടിക്കും അനുയോജ്യമായ രീതിയിൽ ഉസ്താദ് അവിടെ സ്റ്റാർ നൽകുന്നതാണ്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.